ഞങ്ങളെ തൃപ്പൂണിത്തുറയ്ക്ക് വന്നോക്കാണ് നമ്മുടെ രക്തരക്ഷസ് എന്ന് പറഞ്ഞ കലാനിലയത്തിന്റെ നാടകം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ യാത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രോയിലാണ് യാത്ര ചെയ്തത്. അല്ല, ഞങ്ങൾ തൃശ്ശൂരിന്ന് ട്രെയിൻ കയറി ആലുവ വന്നിറങ്ങി. ആലുവ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങള് ഊബറിൽ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് Renu Rena Rena തൃപ്പൂണിത്തുറ വന്നിറങ്ങി നിക്കാണ്. ഇനിയിപ്പോ ഊബർ നോക്കിട്ട് നിക്കാണ്. അതായത് നാടകത്തിന്റെ ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് ഭഗവതി ടെമ്പിൾ ഗ്രൗണ്ട്, പുതിയ കാവ് ഭഗവതി ടെമ്പിൾ അവിടെയാണ്. അപ്പൊ ഞങ്ങളുടെ അധോലോകം ടീമിലത്തെ കുറച്ച് പേരുള്ളോട്ടില്ലേ, വളരെ കുറച്ച് പേരെന്ന് വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ വണ്ടി അപ്പുറത്താണ്. അപ്പൊ ഞങ്ങൾ വേഗം അങ്ങോട്ട് നടക്കാണ്. 2 വണ്ടികളാണ് വിളിച്ചു പോണത്. വേഗം അല്ല വേഗം ഓടൂ, സമയമില്ല. ഒടുവിൽ അധോലോകം എറണാകുളത്തെത്തി. ഒരാൾ കയറുന്ന വണ്ടിയാണിട്ടത്. പൈസ അടയ്ക്കണ. അപ്പൊ അവിടേക്ക് വേഗം പോവാണ്. ഭയങ്കര തിരക്കാ. ഞങ്ങളപ്പോൾ ഈ നാടകം കഴിഞ്ഞ് 9 മണിക്ക് നാടകം കഴിഞ്ഞ് ഞങ്ങൾ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ പ്രേമനെ പറ്റി നാടകത്തിൻ്റെ അഭിപ്രായം നാടകത്തിൻ്റെ അഭിപ്രായം ഇപ്പോൾ പറയുന്നു. നാടകം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഞാനിത് കുഞ്ഞു കുട്ടിയായിരിക്കും കണ്ടിട്ടുണ്ട്. 1974 ഗുരുവായൂർ കണ്ടാണ്. പിന്നെ കുറേ 2-3 പ്രാവശ്യം പിന്നെയും കണ്ടിട്ടുണ്ട്. അന്നത്തെ ഒരു മാറ്റമില്ല. ബാക്കിലൊരു LED സ്ക്രീൻ വന്നിട്ടുണ്ട്. എന്തൊരു രസം അത് കണ്ടിരിക്കുക. കൊതിയാവും. ഇവരെങ്ങനെയും മനുഷ്യന്മാർ ഇത് ചെയ്യണമെന്ന് നമുക്ക് തോന്നും. അങ്ങനെ സെറ്റ് മാറണതും അടിപൊളിയായിട്ട്. നിങ്ങൾ 1 ടൈം എന്തായാലും ഇത് കണ്ടിരിക്കണം. എവിടെ വന്നാലും പാട്ട് സീനുണ്ട്. ആ പാട്ട് സീൻ നമുക്ക് തിയേറ്ററിൽ സിനിമയിൽ പോലും കാണില്ല. അത്രയ്ക്കും മാത്രല്ല പാട്ടുകള് മാത്രല്ല നമ്മുടെ ഇങ്ങനെ ചെയ്താണ് സംഗീതം. പാട്ട് സിനിമയിൽ പോലും നമ്മൾ ഇത്ര നല്ല പാട്ട് ഇപ്പൊ കേട്ടിട്ടുണ്ടല്ലോ. അത്ര മനോഹരമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് അത്ഭുതപ്പെടും. നമ്മൾ ഒരു ഏറ്റവും കൂടി 1 മിനിറ്റ് അല്ല, ഏറ്റവും കൂടി ഇത് 30 സെക്കൻഡിലൊക്കെ എല്ലാം മാറും. ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇത് രസം, എല്ലാം നല്ല രസമുണ്ട്. 3 മണിക്കൂറുണ്ട്. അത് വേണമെങ്കിൽ ഒരു 2.5 കുറച്ച് താത്തുവാണെങ്കിൽ കുറച്ച് നന്നായിരുന്നു. അത് ചെയ്യാമായിരുന്നു. എന്തായാലും കാണണം. മലയാളികളായിട്ട് നിലയ്ക്ക് എന്തായാലും കാണണം. ഈ തായ്ലൻഡിൽ ഒരു അൽക്കാസിർ ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട്. അത് ഇതിന്റെ മെത്തേഡിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതും ഇതൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇതൊക്കെ എത്ര അത്ഭുതപ്പെടുത്തുന്ന ഒരു സാധനം. ഇത് 1964 കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയാണ്. അന്ന് നമുക്കൊന്ന് ആലോചിച്ചു. അന്ന് ഒന്നും മാറ്റാണ്ട് ഇപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുക. അപ്പം ഇന്നലെ നാടകം കണ്ടു. ഇനിയിപ്പോൾ ഇന്ന് കുറച്ച് പണികളുണ്ട്. അങ്ങനെയുള്ള പണികളൊന്നുമില്ല. നമ്മുടെ ഈ ഗേറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഈ ഗ്രില്ലുകളല്ല വേസ്റ്റ് ഇരുമ്പുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചോണത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ആവശ്യം വരും. നമ്മുടെ അബിയുടെ ആൾ ചെരിഞ്ഞു തുടങ്ങി. പിന്നെ ഒരു കാല് വെച്ച് കൊടുക്കണം. ഒരാൾ ചെരിഞ്ഞു. ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല ഞാൻ. മഴയാണ് വരുന്നേ. സമയം വൈകുന്നേരം 5:30. മുഴുവൻ നനഞ്ഞിട്ടാ എടുക്കണത്. ഉണങ്ങാനായിട്ട് പറ്റില്ലല്ലോ. നമ്മുടെ അശോക് വേൾഡ് ഇല്ലേ, അശോക് വേൾഡ് എന്ന് പറഞ്ഞത് അബിയുവിന് ഇങ്ങനെ
2-3 കാല് വെച്ചിട്ട് ഇതായിട്ട് കൊടുക്കണം സ്ട്രോങ്ങില്, അല്ലെങ്കിൽ പെട്ടെന്ന് ചെരിയുന്നത്. ആ അപ്പം ഞാൻ ഇത് ചെരിഞ്ഞു തുടങ്ങിയില്ല, അത് വലിപ്പം വന്നു തുടങ്ങിയപ്പോൾ ചെരിഞ്ഞു തുടങ്ങിയപ്പോൾ ഇന്നൊരു കാലും കൂടി വെച്ച് കൊടുക്കാനാ. 2 കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പുറത്തപ്പുറത്ത് ഒരു കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട് ചെരിഞ്ഞു വരിക ആള്. കാല് വെച്ച് കൊടുക്കണം എല്ലാത്തിനും. റംബുട്ടാനെ കൊഴിഞ്ഞിട്ട് കണക്കില്ല, അത്രയ്ക്ക് ഇരിക്കുക കൊഴിഞ്ഞത്. നമ്മുടെ എല്ലാ റംബുട്ടാനും കൊഴിഞ്ഞു. എണ്ണാറകണ്ണന്മാരല്ലേ ശല്യം ഇപ്പോൾ. ചെറുത് മുഴുവൻ കൊഴിയ, വലുതൊക്കെ എണ്ണാറകണ്ണന്മാരും കൊണ്ടുപോകല്ലേ. ഇപ്പം ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് സെക്യൂരിറ്റി അടിപൊളി. 2 പേര് ഇനി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചുട്ട പട കിട്ടൂട്ടാ. അടിപൊളി. ഇവർക്ക് കാലത്തന്നെ ഇവിടെ അടിച്ചു തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവര് കേറില്ല ഇങ്ങോട്ട്. പക്ഷെ നമ്മൾ പുറത്ത് പോവില്ലേ, ഞങ്ങൾ കുറച്ച് നേരത്തെ പുറത്ത് പോയിട്ട് പിന്നെ വന്നോളൂ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ആകെ കൊള്ളാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു 2 പേരും കൂടി. നമ്മൾ പോയിന്നാ കണ്ടു കഴിഞ്ഞാല് പിന്നെ 2 പേരും കളി തീ സിറ്റ് ഔട്ടില്ല. നമ്മൾ ഇവിടെ ഉള്ളപ്പോ കേറില്ല. എന്റെ മഴക്കോട്ട് എടുത്തു കൊണ്ടുപോയി 2 പേരും കൂടിയിട്ട് സഞ്ചിയിലാണ് മഴക്കോട്ട് വയ്ക്കരുത് കേട്ടോ. ഞങ്ങൾ വരുമ്പോ മഴക്കോട്ട്, ജഗ്ഗുന്റെ 2 ചെരുപ്പ്, സഞ്ചി, കൊറേ സാധനങ്ങൾ അവിടെ ഒക്കെ അവിടെ വന്നിട്ടൊക്കെയായിരുന്നു. മിറ്റ് ഞാൻ അടിക്കണോ സരിത? മിറ്റ് ഞാൻ അടിക്കണോ? മിറ്റ് ഞാൻ അടിക്കണോന്ന് വേണ്ട. ഞാൻ അടിച്ചോളാന്ന്. അല്ല ഞാനൊന്ന് കാണിച്ചു തരാനാ. അന്നാ നനഞ്ഞു എടുക്കണ സ്ഥലത്ത് പോയിട്ട് നനഞ്ഞെടുക്ക ഷവറേ. കമ്പി നനഞ്ഞെടുക്ക. സരിത മിറ്റടിച്ചാലേ ശരിയാവുള്ളൂ. മിറ്റടിയിൽ അവൾക്ക് ബിരുദളാണ്. ഇവിടെ സരിത ഇന്നലെ കണ്ട നാടകത്തിനെ കുറിച്ചിട്ട് സരിതയുടെ അഭിപ്രായം പറയട്ടെ. നിങ്ങളത് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? രക്തരക്ഷസ നാടകം 3 മണിക്കൂറാണ്. തുടക്കത്തെ സീൻ ഒക്കെ നമ്മൾ നല്ല രസമായിട്ട് കണ്ടിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അവരുടെ അഭിനയം ഒന്നല്ല കേട്ടാ. അഭിനയമൊന്നും അങ്ങനെ നമുക്ക് എടുത്ത് പറയത്തക്കതായിട്ട് ഒന്നും തോന്നില്ല. ചിലരുടെ വളരെ വിരലിലെണ്ണാവുന്നവരുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും അഭിനയമൊന്നും അത്രയ്ക്ക് നല്ലതായിട്ട്. അതെ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മ്യൂസിക്, സെറ്റ് മാറുന്നതാണ്. നമ്മൾ നാടകം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാം ഒരു സീൻ കഴിയുമ്പോ സെറ്റ് വെറുതെ ഒരു മേശ മാത്രം ലൈറ്റ് ഓഫ് ആവുമല്ലോ. വേറെ കഥാപാത്രങ്ങളുടെ വീണ്ടും വേറെ കഥാപാത്രങ്ങളുടെ വന്ന് നിന്നിട്ട് ആ ലൈറ്റ് ഓൺ ആണായിട്ടുള്ള ആ സമയല്ലേ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ തീയായിരിക്കും. അതേ സമയം ലൈറ്റ് ഓഫ് പാടില്ലേ, ആളുകൾക്ക് ബോറടിക്കും. ലൈറ്റ് ഓഫ് ചെയ്തിടാൻ പറ്റില്ല. നമുക്ക് സെറ്റ് മാറും വേണം. കാരണം ചിലപ്പോ ഇപ്പോ നമ്മുടെ ഏതാ നാടകം, ആക്കനി തിന്നൊരു നാടകം, പ്രേമേട്ടൻ്റെ നാടകം ഉണ്ടായിരുന്നില്ലേ, അതില് ഒരെണ്ണം സരസ്വതിയുടെ വീടാണെങ്കിൽ മറ്റേത് നമ്മുടെ റിയയുടെ വീട്, ശശിയേട്ടന്റെ വീടാണ്, ദാമോദരന്റെ വീടാണ്. അപ്പൊ ഇതിപ്പോ ഇപ്പൊ ഈ സീൻ നടക്കുന്നത് സരസ്വതിയുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ ഈ അടുത്ത സീൻ നടക്കുന്നത് ദാമോദരന്റെ വീട്ടിലാണെന്ന് ഇങ്ങനെ ആൾക്കാർ അറിയാം. സെറ്റ് മാറണത് നമ്മൾ ഈ സ്ഥലത്താണ് ഇപ്പൊ ഈ കഥ നടക്കണേന്ന് കാണിക്കാൻ. അപ്പോ അതിന് വേണ്ടിട്ട് പ്രേമേട്ടൻ ചെയ്തിട്ടുണ്ടറിയോ, ഒരു ഫോട്ടോ മേശയും കസാരയും ഒക്കെ ഒരേപോലെ തന്നെ സെയിം, എല്ലാം സെയിം. അപ്പൊ ഇവിടെ ഫോട്ടോ ചുമരുമ്പോ തൂക്കിട്ടത് മാത്രം. ഇവിടെ അതായത് സരസ്വതിയുടെ വീട്ടില് സരസ്വതിയുടെ ഭർത്താവിന്റെ ഫോട്ടോ, ആ ഫോട്ടോ മറച്ചിട്ട് കഴിഞ്ഞാണ് ഈ ദാമോദരന്റെ ഭാര്യയുടെ ഫോട്ടോ മരിച്ചത്. ഇങ്ങനെയാണ് ഇട്ടോണ്ടത്. അപ്പൊ ഒറ്റത് മാത്രല്ല, ആ ഒരു അത് ആളുകൾ മനസ്സിലാക്കിയോട്ടെ. അങ്ങനെയാണ് നമ്മള്. അപ്പൊ സുഖല്ലേ, ഇരുട്ടത്ത് ഒരാൾക്ക് ഓടിപ്പോയിട്ട് അത് ഇങ്ങനെ മാറ്റിയിടാൻ വേണ്ടേ? ആ മാറ്റിയിടുന്ന ആൾ അല്പം വൈകി കഴിഞ്ഞാലോ, ഇത് സരസ്വതിയുടെ വീട് തന്നെ, ദാമോദരന്റെ വീടാണ് കാണിക്കേണ്ട അടുത്തത്. പക്ഷെ അപ്പൊ സരസ്വതിയുടെ വീട് തന്നെ. അപ്പൊ നാടകമാകെ മാറി. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു നിസ്സാരമായ ഒരു കുഞ്ഞൊരു കാര്യം, ഒരു ഫോട്ടോ മറച്ചിടുന്നത് വരെ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പൊളിഞ്ഞു, അതിന്റെ ബുദ്ധിമുട്ട്. അതെ, അപ്പൊ നമുക്കത് അറിയാവുന്ന കാരണം കൊണ്ടേ ഇത് എങ്ങനെയാണിത്. ഈ വിങ്സുകൾ ഉണ്ട്, സൈഡിലെ ചെയ്യണ വിങ്സും ബാക്കിലത്തെ കർട്ടനും, മുകളിലുണ്ട് സെറ്റ്, എല്ലാം മാറണേ. പ്രോപ്പർട്ടീസ് മാറണു,
അയ്യോ ഒരു പാട്ട് സീനുണ്ട്, അത് കണ്ടിട്ട് ആ പാട്ട് കേൾക്കാൻ എന്തൊരു രസാ. ദക്ഷിണാമൂർത്തിയുടെയാണ് മ്യൂസിക്കേ. 1964 തുടങ്ങുമ്പോഴുള്ള പാട്ടും മ്യൂസിക്കിനൊന്നും മാറ്റില്ല, സ്ക്രിപ്റ്റിനും വലിയ കാര്യമായിട്ട് മാറ്റം വരുത്തിയിട്ടില്ല. തുടക്കം ഇപ്പോഴത്തെ കാലഘട്ടമാണ്. എന്നിട്ട് പിന്നെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴാണ് ഈ രക്തരക്ഷസിൻ്റെ കഥയൊക്കെ കാണിക്കണേ. ഇതെങ്ങനെയാണ് ഈ പെണ്ണ് രക്തരക്ഷസായി മാറിയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. സാധാരണ എല്ലാവരും മരിച്ചിട്ടല്ലാവാ, ഇത് മരിക്കാണ്ട് തന്നെയാണ് അയക്കണത്. അതൊക്കെ ഒരു പ്രത്യേകതയുള്ള കഥയാണ്. അപ്പോൾ അതിലൊക്കെ സ്ക്രിപ്റ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ വിമാനം ഫസ്റ്റ് തന്നെ വിമാനം വന്നിക്കാണ് സ്റ്റേജിൽ. വിമാനം വന്നിട്ട് അത് തുറന്ന് ശരിക്കും അതിൻ്റെ മറ്റേ സ്റ്റെപ്പൊക്കെ കൊണ്ടുവച്ച് അതിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരികയാണ് വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. ശരിക്കും ഈ കാണികളുടെ സെൻറ്ററില്ലേ 2 പേരായിട്ടാണ് കാണികൾ ഇരിക്കണേ. അതിൻ്റെ സെൻറ്ററിലൊരു സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ് ചെയ്യണ വിഷ്ണു നമ്മുടെ രംഗചേതനായിരത്തിയാണേ. അപ്പോൾ അവനാണ് നമുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തന്നെ നാടകത്തിൻ്റെ. അപ്പം ഞങ്ങൾ നാടകം കഴിഞ്ഞിട്ട് പിന്നെ അവനെ കണ്ടു. പിന്നെ ഇതുപോലെ ഈ ഏരീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഇപ്പം അതിൻ്റെ ഓണേഴ്സ് ഈ കലാനിലയത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഓണർ നമ്മുടെ ശശിയേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആളെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ നിന്ന്. അപ്പം വിഷ്ണു പറയേ വിമാനം വരലൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ആ വിമാനത്തിന് എന്തോ കംപ്ലൈൻറ്റ്. ഏത് വിമാനം? ഇതെന്നെ ഈ കാണികളുടെ ഇടയിൽ നിന്നാണ് നീ വിമാനം മോളിൽ കൂടെ ഇങ്ങനെ വരുന്നത്. അത് വന്നിട്ടാണ് അത് സ്റ്റേജിൽ ലാൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതിലേ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞ ഒരു കല്യാണ സീനുണ്ട്. ഒരു അമ്പലം, ഒരു കല്യാണ സീൻ, കല്യാണ മണ്ഡപം അമ്പലത്തിന്റെ ഫ്രണ്ടില്, ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിൽ മണ്ഡപം പോലെ. അതില് ആളുകൾ അധികം ആളുകൾ കല്യാണത്തിനില്ല. പക്ഷെ ആ ഇത് നിറച്ച ആൾക്കാര് കല്യാണത്തിന് വന്ന പോലെ ആളുകൾ വർത്താനം പറയലും തമാശ പറയലും ചിരിക്കലും അങ്ങോട്ട് നടക്കലും. ഒരു താലി കെട്ടിന്റെ ഒരു സീനുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് എത്ര ഭംഗിയായിട്ട് നിങ്ങളുടെ നാട്ടിൽ വന്നാൽ പോയി കണ്ടോളോട്ടെ. അത് കലാനിലയത്തിന്റെ നാടകങ്ങൾ ഏതെങ്കിലും വന്നാലേ. ഇത് ജഗതി NK ആചാര്യാണ് ഇതിന്റെ രചന. ജഗതി ശ്രീകുമാറിന്റെ അച്ഛനാണ് ഇതിന്റെ രചന നടത്തിയിട്ടുള്ളത്. അപ്പൊ അന്നുള്ള അതേ ഡയലോഗ് തന്നെയാണ് ഇപ്പുള്ളത്. പക്ഷെ ചില ഈ കാറൊക്കെ സ്റ്റേജിലൂടെ കൂളായിട്ട് തന്നെ പോണത്. കാറൊക്കെ പോയി ആളുകൾ കയറലും ഇതൊക്കെ സാധാരണ പോലെ. ഇപ്പൊ ഇത്രയും ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ സമയത്ത് പോലും നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുക ഈ 1964-70 ആ കാലഘട്ടത്തിലത്തെ ആളുകൾ വണ്ടടിച്ചുണ്ടാവും കണ്ടിട്ട്, പേടിച്ച് നിലവിളിച്ചുണ്ടാവും ഹൊറർ സീനുകൾ കണ്ടിട്ട്. ഈ മോളിൽ നിന്നൊക്കെ കൈയൊക്കെ വന്നിട്ട് ഇങ്ങനെ കഴുത്തിയെ പിടിക്കണമൊക്കെ സീനുണ്ട്. മോളിൽ നിന്ന് കൈ ഇങ്ങനെ വരും, ആ കൈയിന്റെ വിരലൊക്കെ അനങ്ങും ഇങ്ങനെ വലിയ കൈകള് അല്ലേ. പേടിച്ചിട്ട് ആളുകള് പേടി, നമുക്ക് പേടി തോന്നില്ല, നമുക്ക് അത്ഭുതം തോന്നുന്നതൊക്കെ എങ്ങനെ ഇവര് ചെയ്യണേ. ഇത് ഈ നാടകത്തിന്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തരക്ഷസിന്റെ നാടകം കാണുന്നത് ഇങ്ങനത്തെ ഹൊറർ ഇത് എടുത്ത് ചെയ്യുമ്പോൾ ഇപ്പൊ സാധാരണ ഒരു കുടുംബത്തിലത്തെ നാടകമാണ്, കുടുംബത്തിലത്തെ കഥയാണ് ഒരു സീരിയൽ പോലെ നടക്കുന്നതാണെങ്കിൽ ഇതിന് അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. സാധാരണ ഇഷ്ടംപോലെ പേര് കളിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ ഈ മ്യൂസിക് ഇതൊക്കെ വരുമ്പോഴേ ഓരോ രാജമൗലി പോലെ സാധാരണ ഒരു വീട്ടിൽ നടക്കണ കഥയൊന്നും രാജമൗലിക്ക് ചെയ്യണ്ടല്ലോ, ബാഹുബലി പോലത്തെ പോലെ. അതുപോലെ ഈ സെറ്റ് മാറ്റല് ഭയങ്കരം തന്നെയാണ്. കാണേണ്ടതാണ് നിങ്ങള്. അതിനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാ, ചിലർക്ക് ഇത് എന്തിട്ടത് തോന്നാം. അല്ല, നമ്മള് പതേർ പാഞ്ചാരി അങ്ങനെ ഇതാണ്ട് വായിച്ച ടൈമില് ഒരു കർട്ടൻ ആ നാട്ടില് ഒരു നാടകം 1920-30 നടക്കുന്ന കഥയാണ് പതേർ പാഞ്ചാരി ബംഗാളില്. അപ്പൊ ഒരു നാടകം അവിടെ നാട്ടും പുറത്ത് എല്ലാവരും കൂടിയിട്ട് കളിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കടയിലുള്ള ആളുകളൊക്കെ പറയുന്നത് അവിടെ ഭയങ്കര സംഭവമാണ്. അതെന്ന് ഒരു കർട്ടൻ ഇങ്ങനെ വാങ്ങിച്ചിട്ട് അവിടെ ലൈറ്റ് കയറ്റില്ല, അങ്ങനെ ഒരു വെളിച്ചം കാത്തിയിലേക്ക് ഭയങ്കര സംഭവമായിട്ട് അന്ന് അതൊക്കെ ഭയങ്കര സംഭവമാണ്. ഓരോ കാലഘട്ടം. ഇപ്പം നമ്മൾ ഇന്നലെ ഈ സിനിമ കാണാൻ പോയിപ്പോൾ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു, കാട്ടുകാരൻ സിനിമ കൊണ്ടുവന്നപ്പോൾ തൃശ്ശൂകാരും അന്തം വിട്ടു പോയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് ആൾ പറഞ്ഞില്ലേ. ഓരോ സംഗതിയില്ല. അപ്പോൾ 1964 ഇതിൻ്റെ ടെക്നോളജി വന്നു തുടങ്ങിയ ടൈമിൽ ആളുകൾ എത്രമാത്രം ആ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളൊക്കെ അല്ലേ, ആ സമയത്താണ് ഈ സാധനം കാണുന്നതേ. ഇതില് പാട്ട് എന്തൊരു രസം അറിയോ. 10-20 സെക്കൻഡ് കഴിയുമ്പോഴേക്കും സെറ്റും മാറിയ അവര് നായകൻ ഡ്രസ്സും മാറിയെന്നേ, എന്നിട്ട് പാട്ട്. അയ്യോ, ആ പാട്ട് ഭംഗിയാന്നറിയോ കാണാൻ. മേഘമൊക്കെ പോണുണ്ടോ ആകാശത്ത്, മഴ പെയ്യണത് കാണണം. എന്തൊരു മഴ പെയ്യുന്നത് കണ്ടിരിക്കണ. ശരി, മഴ പെയ്യുമ്പോ കഴിയല്ലേ തോന്നും മഴ പെയ്യണത്. വാതിലൊക്കെ കാറ്റ് തട്ടയുന്നത് കണ്ടില്ലേ. ഇപ്പൊ കണ്ടിട്ട് എല്ലാവർക്കും ദിപ്പന്നെ പോവാൻ തോന്നുന്നു. 29 വരെ തൃപ്പൂണിത്തറ എവിടെയാണ്? തൃപ്പൂണിത്തറ, പുതിയ കാവ്,
അമ്പലത്തിന്റെ മൈതാനത്തിലാണ്, ഗ്രൗണ്ടില്. അതെ അത് ഭയങ്കര നീളത്തുള്ള ഒരു ഇതാണ്, ഈ ഓഡിറ്റോറിയാണ് അവർ പണിതിരിക്കുന്നത്, വളരെ നീളത്തില്. അപ്പൊ ഞങ്ങൾക്കൊക്കെ സീറ്റ് കിട്ടാണ്ടേ 800 രൂപയുടെ സീറ്റാണ് ഫ്രണ്ടില്, ഏറ്റവും മുന്നില്. അത് ഞാൻ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. അത് പക്ഷെ കിട്ടിയില്ല എന്ന് തോന്നുന്നു. നമ്മളതിന് 2 ദിവസം മുന്നല്ലേ ഈ ജയന്തേച്ചി കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് ഞങ്ങൾ പോവാൻ കാരണം. അല്ലെ പോയില്ല, ഞാൻ ഒറ്റയ്ക്ക് പോവും, നിങ്ങൾ ആരും വന്നില്ലെങ്കിൽ എന്നെ വല്ലവരും പിടിച്ചോണ്ടോട്ടെ, അപ്പൊ നിങ്ങൾ പഠിക്കുള്ളൂ പറഞ്ഞിട്ട് ആള് ഗ്രൂപ്പിൽ ഭയങ്കര നിലവിളി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും അതാ ജയന്തി ചേച്ചിയാ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം പണ്ട് ഇവിടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെയാണ് തൃശ്ശൂര് കലാനിലയത്തിന്റെ നാടകം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചേട്ടൻ അന്ന് തന്നെ കുറേ ഈ രക്തരക്ഷസിന്റെ കാര്യം പറഞ്ഞ് കൊതിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര രസം കാണാൻ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങൾ പോയത് കായംകുളം കൊച്ചുണ്ണിയെ കണ്ടിട്ടുള്ളത്. പിന്നെ കടമറ്റത്ത് കത്തനാരും രക്തരക്ഷസും കാണണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അന്ന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് വീണ്ടും ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോഴേ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രേമേട്ടൻ വന്നു. പ്രേമേട്ടൻ പറഞ്ഞു പോവാണെങ്കിൽ വേണമെങ്കിൽ പോവാം. ഇപ്പം എന്നെ പറഞ്ഞോ വിഷ്ണുവിനെ വിളിക്കുക, അതായത് നമ്മുടെ ലൈറ്റ് ചെയ്യണ വിഷ്ണു അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവനെ വിളിക്കാം, നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അപ്പോൾ ഞങ്ങൾ 4 പേരെ, അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടെന്ന് കണ്ടപ്പോൾ ശ്രീരാമും രേഷ്മയും പറഞ്ഞു അവരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശശിയേട്ടനും ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8 പേരെ. അങ്ങനെ പെട്ടെന്നാണ് തീരുമാനമൊക്കെ ഉണ്ടായത്. 2 ദിവസം മുന്നേ, കുറച്ച് ദിവസം മുന്നേ അപ്പോഴേക്ക് 800 വരെ ടിക്കറ്റ് കഴിഞ്ഞു. പിന്നെ അതിന്റെ ബാക്കിൽ 500 300 ടിക്കറ്റ്. നാടകം എന്ന് പറയുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇരുന്നിട്ട് കാണണം. പക്ഷെ നാടകം ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കാണണ്ടാല, അല്ലെങ്കിൽ ഈ അഭിനേതാക്കളുടെ മുഖത്ത് അഭിനയോ നമുക്കൊന്നും കാണാനില്ല. സൗണ്ട് ക്ലാരിറ്റി ഒക്കെ അടിപൊളിയായിട്ട് അവര് ഒരാള് വായര ചുണ്ട് ശ്വാസം വലിക്കുന്നത് വരെ നമുക്ക് കറക്റ്റ് കേൾക്കാം. ഭയങ്കര മഴയും പെയ്തു തുടങ്ങി. ഞങ്ങൾ നാടകം കണ്ടുകൊണ്ടിരിക്കും, ഭയങ്കര മഴ പെയ്തു തുടങ്ങി. പക്ഷെ എന്നിട്ടും നമുക്ക് എല്ലാ ഡയലോഗും കേൾക്കാം. കാരണം എല്ലാവരും കോളർ മൈക്ക് വെച്ചിട്ട്. അപ്പൊ എവിടെയൊക്കെ നടന്നു, സ്റ്റേജൊക്കെ ബാക്കിലേക്ക് നല്ല നീളത്തിലേക്ക് ഉണ്ടല്ലേ, നല്ല നീളത്തിലാ. 800 900 സീറ്റ് ഉണ്ട് മൊത്തം. സ്റ്റേജ് കൊറേ ബാക്കിലേക്ക് നീളത്തിലുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. സ്റ്റേജ് ഉണ്ടാവും. അപ്പൊ സ്റ്റേജ് അവര് അറ്റത്തേക്ക് നീങ്ങുമ്പോഴും മൈക്ക് ഫ്രണ്ടിലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏറ്റവും ബാക്കിൽ നിൽക്കണ അഭിനയിക്കുന്ന ആളുടെ ശബ്ദം നമുക്ക് കിട്ടണ്ടേ. അപ്പൊ എല്ലാവർക്കും കോളർ മൈക്കൊക്കെ, അപ്പൊ എല്ലാവരും സൗണ്ട് ചെറുതായിട്ട് പറഞ്ഞത് പോലെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കും. അങ്ങനെ ഞങ്ങൾ പോയി വന്നു. നല്ല രസകരമായ അനുഭവമായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ 2:20 ട്രെയിൻ. അപ്പോൾ ചേട്ടനെ എല്ലാവരും പറഞ്ഞിട്ടെ 2:20 പോയിട്ട് അവിടെ എത്തുമ്പോൾ ഒരു 5:30 ആകുമ്പോൾ, അല്ല 5 മണിക്കൊക്കെ എത്തും. അല്ല 2:30 പോയാൽ 4:30 എത്തും അവിടെ. ട്രെയിനിലല്ലേ പോണേ. ട്രെയിനിൽ പോയി മെട്രോയിൽ കയറി അവിടെ എത്തുമ്പോൾ 4:30 എത്തി കഴിഞ്ഞാൽ 2 മണിക്കൂർ നമ്മൾ ബോറടിച്ച് 6 മണിക്കല്ലേ നാടകം തുടങ്ങുക. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയില്ല, 6 മണിയാവും 5 മിനിറ്റ് ഉള്ളപ്പോൾ. ഒരു സെക്കൻഡ് ഞങ്ങൾ എവിടെയും ലാഗ്, എവിടെയും ഞങ്ങൾ ഇതായിട്ടില്ല. പക്ഷെ ട്രെയിനിൽ പോകുമ്പോൾ സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടാണ്ട് ഞങ്ങൾ പോവാട്ടെ. ഭയങ്കര രസമായിരുന്നു ട്രെയിൻ യാത്ര. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുക, നിറച്ച ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ട് കൂടുതലിരിക്കണത് പെണ്ണുങ്ങളാണ് കൂടുതൽ യാത്രക്കാര്. അപ്പൊ പിന്നെ ചേട്ടനും പ്രേമേട്ടനും എല്ലാവർക്കും ഭയങ്കര ഇത് കൂടി. എന്റെ കാര്യം വിട്. ശരി, എല്ലാവർക്കും ഭയങ്കര ഉഷാറ് കൂടി. വർത്താനം കിട് ഭയങ്കര ഉറക്ക വർത്താനം പറഞ്ഞു, ഉറക്ക ചിരി വർത്താനം. ഈ സീറ്റുകളിൽ ഇരിക്കണ പെണ്ണുങ്ങള്, ഞങ്ങള് ഇങ്ങനെ നടക്കണ വരാന്തി ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ സീറ്റാ നിൽക്കുക, ഇതിൽ നിറച്ച് പേരിക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ നിക്കണേ. അപ്പൊ ഇവര് ഞങ്ങളെ നോക്കണില്ല കേട്ടോ, ഒക്കെ അങ്ങോട്ട് നോക്കിയിരിക്കുക. പക്ഷെ ഒക്കെ ചിരിച്ച് കണ്ണീന്നൊക്കെ അവരെ വെള്ളം വന്നു. കണ്ട അത് കണ്ടു. അത് ഞാൻ പറഞ്ഞല്ല, അത് കണ്ടു. രേഷ്മ പറഞ്ഞാണ്. നിങ്ങളുടെ വർത്താനം കേട്ടിട്ട് അവിടെ ഇരുന്ന് പെണ്ണുങ്ങളൊക്കെ കണ്ണീന്ന് വെള്ളം. അവര് ചിരിക്കണമെന്ന് കണ്ടോടുകൂടി ഇവർക്ക് ആവേശം ഒന്നും കൂടി. ഓരോ അനുഭവങ്ങളും എന്റെ ഇത് നിങ്ങൾ കാണുന്നത് തന്നെയല്ലേ. പിന്നെ എനിക്ക് മറ്റുള്ളവർ ചിരിപ്പിക്കാനായിട്ട് എന്തൊരുറക്കെ വർത്താനം പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് എന്തിന് ഇത്ര ഉറക്കെ. ഞങ്ങളൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കേൾക്കണത് ഇതിൽ വർത്താനം പറഞ്ഞ പോലെ. ഓരോ ചേട്ടന്റെ പഴയ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഓരോ കഥകൾ പറയലും ഭയങ്കര കോമഡി ആയിരുന്നു. അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോ അവർക്ക് മിസ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഇരുന്നോടെ ചേച്ചിമാർക്കൊക്കെ എല്ലാവരും അവിടെ ഇരുന്നവരും ആ കമ്പാർട്ട്മെന്റിലുള്ള ഒരു ഞങ്ങളുടെ യാത്ര. അയ്യോ മഴ പെയ്ത. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് ആലുവന്ന് പിന്നെ മെട്രോയില് ഞങ്ങള് തൃപ്പൂണിത്തുറക്ക് എത്തി. ആലുവന്ന് ഫുഡ് കഴിച്ചു. ഹോട്ടലിൽ കയറിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് മെട്രോയില് ആദ്യമായിട്ടാ കയറണേ ഞങ്ങള്. പിന്നെ എന്തിനാ നാടകത്തിന്റെ ഒരു ക്ലിപ്പുകൾ പോലും എടുക്കാൻ പാടില്ല. ഈ അവിടെ ഫോട്ടോ എടുക്കാനും പാടില്ല, വീഡിയോ എടുക്കാനും പാടില്ല, ഒന്നും പാടില്ല. അതുകൊണ്ടാണ് ക്ലിപ്പുകൾ ഇടാൻ പറ്റാത്തത്. അപ്പൊ
നിങ്ങളെല്ലാവരും പുതിയകാവ്, തൃപ്പൂണിത്തറ പുതിയകാവ് പോവാൻ പറ്റുന്നവര്. പറ്റാവുന്നവര് 29-ആം തീയതി പിന്നെ എവിടെയാ? പിന്നെ വടകര എന്നുണ്ട്. ആ. വടകര അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ വരുന്ന പറയണ്ട, അറിയില്ല. എന്തായാലും നാടകം ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു. ഇനി എനിക്ക് കത്തനാരാണ് കാണണ്ട, കടമറ്റത്ത് കത്തനാര് കാണാം. ഞാൻ 1984 അങ്ങോട്ട് തൃശ്ശൂര് കണ്ടിട്ടുണ്ട് ഇത് ഇതൊക്കെ. ഇനി ഭയങ്കര മഴ വരുന്നുണ്ട്. തന്തനാന